ഇപ്പോൾ നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോകും. എന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി മാറ്റും. പക്ഷേ ചില സമയത്ത് ചില ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ സ്റ്റുഡിയോയിൽ പോകാൻ കഴിഞ്ഞോളണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക, അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാക്കാം. എന്തായാലും അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം cutout.pro പാസ്പോർട്ട് എന്നുള്ളത് സെർച്ച് ചെയ്യുക. cutout.pro പാസ്പോർട്ട് അത് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ഇതുപോലുള്ള ഒരു റിസൾട്ട് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ആ ഒരു പേജിൽ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. റാൻഡം ആയിട്ടുള്ള പഴയ ഏതെങ്കിലും ഫോട്ടോ എടുക്കുന്നതിലും നല്ലത് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. ഞാൻ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. എന്നിട്ട് മുകളിൽ ഡൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഇപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഫോട്ടോ സ്പെസിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഇന്ത്യയുടെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇന്ത്യ പാസ്പോർട്ട്, ഇന്ത്യ വിസ, OCI, പാൻ കാർഡ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിലേതാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇന്ത്യ പാസ്പോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ താഴെ നമുക്ക് പേപ്പർ സൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ സിംഗിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് സെലക്ട് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഇതിൽ ലഭിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേജിൽ തന്നെ 2 ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 6 ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതുപോലെ തന്നെ 8 ഫോട്ടോ ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പം എങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിൽ 6 ഫോട്ടോ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ സൈഡിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കളർ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവിടെ വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് മതി എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട. അതല്ല ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പം ഈ ഒരു നീല കളർ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ല ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഡൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ ഡൗൺലോഡ് HD എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് PNG വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അല്ല JPG ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ക്വാളിറ്റി ഞാൻ 100% ആക്കുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ പോയി നോക്കിയാൽ ഈ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. അതല്ല വീട്ടിൽ തന്നെ പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലുള്ള ഫോട്ടോ പ്രിൻ്റ് ഔട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.